എന്ത് വലിയ പരിപാടികളുണ്ടെങ്കിലും എന്ത് വലിയ വിഷമങ്ങളുണ്ടെങ്കിലും ആ സമയം കടന്നു പോകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും. വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയെ പറയുമ്പോൾ ദാറ്റ്സ് വൺ തിങ് ഐ കാൺട്ട് ഗെറ്റ് ഓവർ. എത്രയൊക്കെ ഞാൻ ഇനി വളർന്നാലും ഇനി ഒരു സെയിൻറ്റ് ആയിട്ടോ എവിടെയെങ്കിലും പോയിട്ട് തപസ്സിരുന്നാലും ഈ ഒരു കാര്യത്തിന് ഒരു ക്ഷമ എൻ്റെ മനസ്സിൽ കാണത്തില്ല. എൻ്റെ അമ്മയോ എൻ്റെ ചേച്ചിമാരെയോ പറഞ്ഞാൽ ഐ വിൽ റിയാക്ട്. ഇങ്ങനെ കമൻറ്റ് ഇടുന്നവന്മാരുടെ വീട്ടിൽ അവൻ്റെ സ്വന്തം അമ്മയും പെങ്ങന്മാരും സേഫ് ആണോ എന്ന് ഞാൻ ഡൗട്ട് ചെയ്യും. അത് ഡൗട്ട് ചെയ്യാനുള്ള റൈറ്റും എനിക്കുണ്ട്. നീ സെലിബ്രിറ്റി അല്ലേ, നീ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ്. ഐ എം സ്റ്റിൽ എ ഗോഡ് ഡാം ഹ്യൂമൻ ബീയിങ്. വൈ ഡു ഐ ഹാവ് ടു ഗോ ത്രൂ ദിസ്? ഞാൻ എല്ലാ അഭ്യാസങ്ങളും വീണ്ടും ചെയ്യുന്നതും എല്ലാത്തിലേക്കും വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതും മറക്കാൻ വേണ്ടിയിട്ടാണ്. പഴയ ശീലങ്ങളിലേക്കും പഴയ എൻ്റെ നീക്കങ്ങളിലേക്കും മൂവ്മെൻറ്റിലേക്കും ഞാൻ പോയാലാണ് എനിക്കത് പഴയ പോലെ ആവുള്ളൂ. എൻ്റെ സ്വന്തം സിനിമ കുമ്മാട്ടിക്കളിയിൽ പോയി ഇരുന്ന് കണ്ട് എൻ്റെ സമയം വേസ്റ്റായെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. ശരിക്കും അച്ഛൻ വേഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഡിവോഴ്സായിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്നത്. അച്ഛൻ ക്യാരക്ടറിലേക്ക് ഞാൻ എൻ്റെ പെങ്ങളുടെ കൊച്ചുങ്ങളെ വരെ ചേട്ടാന്നാണ് വിളിപ്പിക്കുക. ആടാ, എനിക്ക് 26 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഷൂട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാനിതിന് രണ്ടുപേരും തടുക്കാം. എൻ്റെ സന്ദർഭത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും ഗുണ്ടാവാൻ പറ്റും. അതേപോലെ ഷൈൻ ചേട്ടൻ്റെ സന്ദർഭത്തിൽ ഇരിക്കുന്ന സാഹചര്യമാണല്ലേ. ഒരാൾ ഡിഫറെന്റ് സാഹചര്യം കൊണ്ട് ആവാൻ പറ്റുന്നതാണ്. കമന്റ് ചെയ്യുന്നത് വെച്ചിട്ട് മാത്രം നമ്മൾ ഡെസ്പാവേണ്ട കാര്യമില്ല എന്ന് പറയാം. ട്രൂ, ദാറ്റ് ഈസ് ട്രൂ. കമന്റ് കണ്ടിട്ട് മാത്രം നമ്മൾ ഹൈ ആവേണ്ട കാര്യമില്ല. ട്രൂ. ആ തെറി വിളിക്കുമ്പോൾ ഞാൻ രാജ്യദ്രോഹിയാവും അവിടെ. പുറത്തിറങ്ങി ഒരാൾ സിഗരറ്റ് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിയമമുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഒരു നിയമം ഉണ്ടാവണമല്ലോ നമ്മുടെ അമ്മയ്ക്കെതിരെയോ പെങ്ങൾക്കെതിരെയോ വെറുതെ അസഭ്യം പറയുമ്പോൾ. എൻ്റെ കേസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് വന്നതിന് ശേഷം പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു മേലധികാരി പറയുന്നത് കേട്ടു, എങ്ങനെയാണ് ഇവന് വീണ്ടും പടങ്ങൾ കിട്ടുന്നത്? അപ്പോൾ അവരെ എന്താണ് ഇവർ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. വെൽക്കം ഷൈൻ ടോം ചാക്കോ, മാധവ് സുരേഷ് ഗോപി. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞാൻ എന്തായാലും വന്നതല്ലേ സാർ, ഞാൻ ജയിച്ചിട്ടേ പോവുള്ളൂ. ഒരു ഇൻ്റർവ്യൂവിൽ മാധവ് പറഞ്ഞാണ്, രണ്ടും കൽപ്പിച്ചാണല്ലേ? അങ്ങനെ തന്നെ ആവണമല്ലോ. ഐ തിങ്ക് we're all doing this to win. നമ്മൾ ഒരു സിനിമ പോലും നന്നായി വരരുത് എന്ന് ആഗ്രഹിച്ച് ചെയ്യത്തില്ലല്ലോ. എല്ലാ സിനിമയും അതൊരു സൂപ്പർ ഹിറ്റ് ആവണമെന്ന് തന്നെ ആഗ്രഹിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്നത്തെ പോലെയും അവർ അംഗം അട്ടഹാസം ഇസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ. ഈ ഒരു സ്റ്റാർ കിഡും ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ മകനും, നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സിനിമയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഷൈനിപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. ഈ മാധവനുള്ള ടെൻഷൻ ഒരിക്കലും ഷൈൻ ഉണ്ടാവില്ലല്ലോ. കാരണം ഞാനൊരു സ്റ്റാർ കിഡാണ്, ഞാൻ തെളിയിച്ചേ പറ്റുള്ളൂ. ഈ ഒരു ചങ്കിലി ഒരു തീ കൊണ്ടല്ലേ ആക്ച്വലി മാധവ് നടക്കുന്നത്. അതെ, പക്ഷേ ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു സ്കെയിലിൽ പറയുക, എന്നെ ഷൈൻ ചേട്ടനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഹി ഈസ് ലെവൽസ് ബിയോണ്ട് മീ ആസ് എൻ ആക്ടർ. കമ്പയർ ചെയ്തല്ല, ഞാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഈ സ്റ്റാർട്ടിങ്ങിൽ സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ തെളിയിച്ചില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ ഷൈനും അങ്ങനത്തെ വേറെ മാധവന് വരുന്ന 10 ക്വസ്റ്റ്യനിലും 9 ക്വസ്റ്റ്യനും മാധവുമായി ബന്ധപ്പെട്ടല്ല, മാധവന് മുന്നേ മാധവന്റെ ഫാദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും. എനിക്ക് അങ്ങനത്തെ ഫേസ് ചെയ്യണ്ട. അപ്പൊ ഞാൻ ഫ്രീ ആണ് കുറച്ചും കൂടി. പക്ഷെ മാധവനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അവിടെയാണ്. ഒരു സ്റ്റാർ കിഡിന് അവർക്ക് പെട്ടെന്ന് മൂവിയിലേക്ക് കടക്കാൻ പറ്റുമെങ്കിലും ഈ 9 ചോദ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കും അവരുടെ ജീവിതത്തിൽ. സർവൈവ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. കാരണം അളക്കുന്നത് അവരെ ചോദ്യത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരെ ആൾക്കാര് കണക്ക് കൂട്ടുന്നതും കാണുന്നതും എല്ലാം. അവരെ ഒരു ന്യൂ കിഡായിട്ട് അല്ലെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്നില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. വളരെ ഒരു വലിയ കാര്യം ഷൈൻ പറഞ്ഞ കാര്യം. എനിക്കെപ്പോഴും സബ് കോൺഷ്യസ്ലി എത്രയൊക്കെ ഞാൻ എന്നെ ഒരു ഫ്രീ സ്പേസ് ഓഫ് മൈൻഡിൽ വെച്ചാലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആ സബ് കോൺഷ്യസ് തോട്ട് ഉണ്ട്, ഇതിലെന്തായിരിക്കും ഒരു പ്രേക്ഷകൻ കണ്ടെടുത്ത് ട്രോളാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഏറ്റവും കൂടുതൽ വേണ്ടതൊരു ഫ്രീഡം ഓഫ് മൈൻഡ്. ആൻഡ് ആ ഒരു ഫ്രീഡം എനിക്ക് ഫുള്ളി ഒരിക്കലും കിട്ടത്തില്ല ബിക്കോസ് ഓഫ് ദിസ് സെറ്റ് സിറ്റുവേഷൻ. പക്ഷെ അങ്ങനെ കിട്ടിയാൽ ഞാൻ ഈ ചെയ്യുന്ന മിസ്റ്റേക്സും ഒരുപാട് ഞാൻ എന്നെ തന്നെ അതിനെ വെച്ച് പണിഷ് ചെയ്യത്തില്ല. ഓർ എനി അതർ പേഴ്സൺ ഹൂസ് ഇൻ മൈ പൊസിഷൻ ഓർ സിമിലർ പൊസിഷൻ. ആ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ സിനിമ കണ്ട് എന്നും സക്സസ് ആക്കുന്നത് എല്ലാം പ്രേക്ഷകർ തന്നെയാണ്. അതേ പ്രേക്ഷകർ തന്നെയാണ് ഈ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ എവിഡൻ്റ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ കോൾ ഔട്ട് ചെയ്യാനും പ്രേക്ഷകർക്ക് അവകാശമുണ്ട്. പക്ഷേ ഒരാളുടെ കരിയർ
അവരൊരു പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അസോസിയേറ്റഡ് ആയ പൊളിറ്റിക്സ് കാരണോ ഒരാളുടെ കരിയർ വളരാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരാൻ സമ്മതിക്കാതിരിക്കുക എന്നല്ല, ഒരു അവസരം കിട്ടുക. അതായത് ഐ അണ്ടർസ്റ്റാൻഡ് മൈ ഫസ്റ്റ് 2 മൂവീസ് വോൺ ദ ബെസ്റ്റ്, ബട്ട് എനിക്കൊരു 3, 4, 5, 6 മൂവി അങ്ങനെ ഒരു അവസരം കിട്ടി പഠിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കുള്ളൊരു അവസരം ബിക്കോസ് ഐ എം സോ ആൻഡ് സോ സൺ, അവിടെ ഒരു ഐ ഫീൽ ലൈക്ക് ഒരു ഡിസ്കണക്ട് വരുന്നുണ്ട് അവിടെ. ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. എൻ്റെ സിറ്റുവേഷൻ അതായി പോയി. നൗ ഐ ഹാവ് ടു വർക്ക് വിത്ത് ദാറ്റ്. ഈ പ്രഷർ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ശ്രദ്ധിക്കാതിരിക്കുക അധികം. എക്സാക്ട്ലി. പക്ഷെ അത് പറ്റുമോ? അത് നമ്മൾ കാരണം വെറുതെ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ എന്തെങ്കിലും ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കില്ലേ? ടച്ചിലായിരിക്കണം അൺടച്ച്ഡ് ആയിരിക്കണം എന്ന് പറയില്ല. നമ്മൾ ഇതിനെ പറ്റി കോൺഷ്യസും ആയിരിക്കണം, എന്ന കോൺഷ്യസ് അല്ലാതും ആയിരിക്കണം. എൻ്റെ അടുത്ത് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു വളരെയധികം ശ്രദ്ധിക്കണം കയ്യിന്, ഉള്ളിൽ ടൈറ്റാനിയം ആയിട്ടിരുന്നു. പിന്നെ ഡോക്ടർ സെറ്റായതിനു ശേഷം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അറിയോ, ഇനി അത് ശ്രദ്ധിക്കാതിരിക്കണം. ഓക്കെ. ഇനി അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ശ്രദ്ധിക്കാതിരിക്കുക. പിന്നീട് അതങ്ങനെ മറന്ന് ഏത് കയ്യിലാണ് പറ്റിയതെന്ന് പോലും നമ്മൾ മറന്നു പോകും. അപ്പോഴാണ് അത് പഴയ രീതിയിലാവുള്ളൂ. അല്ലാതെ നമുക്ക് എപ്പോഴും ആ കയ്യിൽ ടൈറ്റാനിയം ഇട്ടുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞാണ് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗ്രാജുവലി നമ്മൾ തന്നെ മറക്കണം നമ്മുടെ ഏത് കൈക്കാണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ അത് ഏത് കൈയാണെന്ന് മറക്കണം. ഇറ്റ്സ് എ പ്രോസസ്. നമുക്ക് പറ്റില്ല കുറച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അഭ്യാസങ്ങളും വീണ്ടും ചെയ്യുന്നതും എല്ലാത്തിലേക്കും വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പഴയത് എല്ലാ ശീലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല. പഴയ ശീലങ്ങളിലേക്കും പഴയ എൻ്റെ നീക്കങ്ങളിലേക്കും മൂവ്മെൻറ്റിലേക്കും ഞാൻ പോയാലാണ് എനിക്കത് പഴയ പോലെ ആവുള്ളൂ. അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം അല്ലാതെ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നത് ശ്വാസം എടുക്കുന്നതും ശ്വാസം ഔട്ട് ചെയ്യുന്നതും മാത്രം കാര്യമാണ്. ആ മസിൽ മെമ്മറി എപ്പോഴും നിൽക്കും. നമ്മളെ തന്നെ പറയുന്ന ഒരു ദി എനർജി വി ഗിവ് അവർ സെൽവ്സ്. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ഇല്ല നീ സക്സീഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വിൽ മാനിഫെസ്റ്റ് ദാറ്റ് എനർജി. അതേ സമയത്ത് എന്ത് ചെയ്താലും നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും അതിൽ നിന്ന് മൂവ് വെക്കുമ്പോൾ സ്ട്രെങ്ത്തും കാണും. പോസിറ്റീവ് ആണെങ്കിൽ യു മാനിഫെസ്റ്റ് ദാറ്റ് ഫോർ യുവർ സെൽഫ്. അതേപോലെ ഷൈൻ ചേട്ടൻ പറഞ്ഞ ഈ കേസിനാണെങ്കിൽ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് എന്തോ നമ്മൾ ഒരു കയ്യിന് ഒരുപാട് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ആളായിരിക്കണം. അല്ല അങ്ങനല്ല ഞാൻ പറയാ ഫിസിക്കലി അങ്ങനത്തെ മൈനർ ഇഞ്ചുറീസ് ദൈവം സഹായിച്ച് അതല്ലാതെ ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? ഫുട്ബോൾ എനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ എൻ്റെ അല്ല മൈ ബ്രദറിനാണോ ചേട്ടന്റെ കൈ ഇതേപോലെ ഒരു ബൈക്ക് ആക്സിഡന്റില് ഗോകുലിന്റെ അതെ അംഗം അട്ടഹാസത്തിലേക്ക് വരുമ്പം ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള കഥ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗുണ്ട അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു ത്രില്ലർ മൂടുള്ള കഥ വന്നത് കാപ്പയാണ്. എൻ്റെ അറിവ് ശരിയാണ്, നമ്മളെല്ലാം കണ്ടറിഞ്ഞൊരു കാപ്പയാണ്. അത് പലതും നടന്ന കഥകളാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. എന്നാലും ചില സീക്വൻസ് ഒക്കെ നടന്നിട്ടുള്ളതെന്നും കേട്ടിട്ടുണ്ട്. അപ്പം ഈ കോമൺ 2 ഗ്യാങ്ങുകൾ തമ്മിലുള്ളൊരു കുടിപ്പകയുടെ കഥ കൂടുതലും സിനിമകളിൽ കാണുന്നത് അങ്ങനെയായിരിക്കും. ഒരിടത്തൊരു ലീഡർ ഉണ്ടാവും, ഇപ്പുറത്ത് വേറെ ലീഡർ ഉണ്ടാവും, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സിൽ വരുന്നു, അതിലേക്ക് ഇവരുടെ കുടുംബാംഗങ്ങൾ എത്തിച്ചേരുന്നു. ഇതിനൊക്കെ അപ്പുറം എന്താണ് അംഗം അട്ടഹാസം പറയുന്നത്? എൻ്റെ അടുത്ത് ആദ്യം ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നത് നമ്മൾ നിഷാന്തൊക്കെയാണ്. നിഷാന്തൊക്കെയിൽ ഇങ്ങനെ തിരുവനന്തപുരം ബേസ് ആയിട്ടൊരു കഥ വരുന്നുണ്ട്, ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിൽ നല്ലൊരു കഥാപാത്രമാണ് കാക്ക സൈജു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളി ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെയാണ് മനസ്സിലായി പുള്ളി അതിലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പോഴാണ് എനിക്കിതിനെപ്പറ്റി കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മാധവ് ചെയ്യുന്നുണ്ട്, അതിൽ ക്യാരക്ടറാണത്. ഈ ക്യാരക്ടർ ബേസിക്കലി നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഗുണ്ടപ്പടം എന്ന് പറയുന്നത് പോലെ വയലൻസ് അല്ലെങ്കിൽ അവരുടെ ഇടിനേക്കാൾ കൂടുതൽ അയാളുടെ ലൈഫിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആഫ്റ്റർ ദ ഫൈറ്റ് എന്താണ് സംഭവിക്കുന്നത്, and also after the fight എന്ന് മാത്രമല്ല how did it get to the fight, എങ്ങനെ ആ ഫൈറ്റിലേക്ക് എത്തി, ആ ഫൈറ്റിന് ശേഷം എന്താണ് അവരുടെ അവസ്ഥ, അതൊക്കെയാണ് കൂടുതലും ഇതിൽ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഗുണ്ടാ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഗുണ്ടായിസം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് മെൻഷൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറ്റ്. നമുക്കതിൽ എല്ലാ സ്റ്റൈലും കാണിക്കാൻ പറ്റില്ല ഓബ്വിയസ്ലി, ഓർ എല്ലാ ടൈപ്സ് ഓഫ് ഗുണ്ടായിസോ ആക്ട്സ് ഓഫ് ഗുണ്ടായിസും കാണിക്കാൻ പറ്റില്ല. ഐ തിങ്ക് ദ ഡയറക്ടർ ഒരുപാട് എഫേർട്ട് ഇട്ട് ഇതിൻ്റെ ഒരു റൈറ്റ് മിക്സ് എന്താണ്, അതായത് എത്രത്തോളം ആൾക്കാരെ കാണിക്കാം, എത്രത്തോളം അവർക്ക് ഓൾറെഡി അറിയാം എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഐ ഫീൽ ലൈക്ക്
ഒരുപാട് പ്രേക്ഷകനെ ഫോഴ്സ് ഫീഡ് ചെയ്തിട്ടില്ല ഈ സിനിമ. ഷൈൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ അടി എന്നല്ല, അടി കഴിഞ്ഞിട്ട് അടിക്ക് മുന്നേ എന്താ ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് അതിലോട്ട് എത്തിയത്, ഈ അടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇതിൽ ഓരോ ആൾക്കാരുടെയും ജീവിതം എങ്ങനെയാണ് അതിലോട്ട് അവരെത്തിയത്, അവരുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണ്, അവരുടെ മെൻറ്റൽ സ്റ്റേറ്റ് ഇപ്പം എങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു സൈക്കോളജി ലെസൺ അല്ല, പക്ഷേ എന്തുകൊണ്ട് അവർ ഇതിലോട്ട് എത്തിപ്പെട്ടു എന്ന് ഉള്ളതിൽ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആസ് ദ ലീഡ് ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം എൻ്റെ ക്യാരക്ടറിൻ്റെ ജേർണിയിലൂടെയാണ് പ്രേക്ഷകരുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ സിനിമ പോകുന്നത്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയണം. കാര്യം ഞാൻ ഷൈൻ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നത് വിത്തൗട്ട് ഹിം ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം ഇസ് എംപ്റ്റി. ഷൈൻ ചേട്ടനാണ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം. ആൻഡ് എനിക്ക് പറയാനുള്ളത് സുജിത്തേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഒരാൾക്കും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ കാശ് വേസ്റ്റായി പോയല്ലോ എന്ന് തോന്നത്തില്ല. ആൻഡ് വളരെ ഓണസ്റ്റായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ സ്വന്തം സിനിമ കുമ്മാട്ടിക്കളിയിൽ പോയി ഇരുന്ന് കണ്ട് എൻ്റെ സമയം വേസ്റ്റായെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. വെരി വെരി ഓണസ്റ്റ്ലി. JSK അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് കുമ്മാട്ടിക്കളി ഇറ്റ് സെൽഫ്. കാര്യം എൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. മൂവി വാസ് നോട്ട് ദ ബെസ്റ്റ്. സോ അതെ, ഞാൻ തന്നെ ഇതിനെപ്പറ്റി എനിക്കൊരു ഓണസ്റ്റ് അഭിപ്രായം പറയാൻ പറ്റും ഈ സിനിമയെ പറ്റി. നോ വൺസ് ഗോണ ഫീൽ ലൈക്ക് ദേ വേസ്റ്റഡ് ദാറ്റ്. മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരുടേതായ എല്ലാ ന്യൂനതകളും ഇപ്പോഴും ഉണ്ട്. തുടക്കത്തിലാണെങ്കിലും മിഡിലാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാവും. അത് ഒരാൾ പറയുമ്പോഴും കണ്ടെത്തുമ്പോഴും അയാൾക്ക് കുറച്ചും കൂടി ഫൈൻ ആവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. തീർച്ചയായിട്ടും സെൽഫായിട്ട് നമ്മളത് റിയലൈസ് ചെയ്യുമ്പം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മുടെ പെർഫോമൻസിൽ. പിന്നെ കണ്ടു കഴിയുമ്പോൾ മാറ്റാകാരുന്നു അങ്ങനെയൊക്കെ തോന്നും അല്ലേ? അടുത്ത സെക്കൻഡ് മുതൽ തോന്നും, ടേക്ക് മുതൽ തോന്നും. ആ ടേക്കിന്റെ സമയത്ത് തോന്നിയേക്കാം, പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു വിഷ്വൽ കണ്ടിട്ട് അയ്യോ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്, ഞാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചിന്തിച്ചിട്ട് ഇനി അതുപോയി എത്ര എന്താ പാച്ച് ഷൂട്ട് വെച്ച് കറക്റ്റ് ചെയ്താലും ഞാൻ ഫിസിക്കലി ഗ്രോ ചെയ്യുന്നൊരു പ്രായം. എനിക്ക് 26 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഷൂട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാൻ എങ്ങനെ അത് 50-ലേക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുമെന്നാണെന്നോ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏജ് ഗ്രൂപ്പിന്റെ എനർജിയാണ്. ഒന്ന് അച്ഛൻ വേഷം ചെയ്യണ ആലോചിക്ക്. ഇപ്പോഴല്ല, ഷൈൻ ചേട്ടൻ ഇനി ഒരു 15 വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി. നമ്മുടെ ഏജിലുള്ള പിള്ളേർക്ക് കോമ്പറ്റീഷൻ ആവാനുള്ളതാണ് ഇപ്പോഴും. ഞാൻ ശരിക്കും അച്ഛൻ വേഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഡിവോഴ്സായിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്നത്. അച്ഛൻ ക്യാരക്ടറിലേക്ക് ഞാൻ എൻ്റെ പെങ്ങളുടെ കൊച്ചുങ്ങളെ വരെ ചേട്ടാന്നാ വിളിപ്പിക്കുക. ആണോ? ചുമ്മാ. അതെ, അവരെന്നെ ചേട്ടാന്നാ വിളിക്കുക, പെങ്ങളുടെ കൊച്ചുങ്ങൾ. കാരണം നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളതാണ് 43 ആണെങ്കിലും നമ്മൾ ഇവരുടെ കൂടെ ഓടാനും ചാടാനും എനർജി അങ്ങനെ നിന്നാലേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നമ്മളിതൊരു ഗുണ്ട സബ്ജക്റ്റ് ആണല്ലോ പറയുന്നത്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഷൈൻ്റെ കരിയറിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാൾ ഒരു അനോണിമസ് കോളിൽ ഒരു ഭീഷണി വരികയോ അല്ലെങ്കിൽ ഗുണ്ടായസം നേരിടേണ്ടി വരികയോ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ? നേരിട്ടിട്ടുണ്ടോ? കടന്നു പോയിട്ടുണ്ടോ? ഗുണ്ടായിസം ഈസ് നോട്ട് ഫ്രം ഗുണ്ടകളുടെ അടുത്ത് മാത്രമല്ല ഉണ്ടാവാറ്. ഇറ്റ്സ് നമ്മൾ ഈ ഗുണ്ട എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ തരംതിരിച്ച് കാണേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ വിലപേശുന്ന ആളുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഗുണ്ടകളാണ്, പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഗുണ്ടകളല്ല. വിലപേശേണ്ടി വരുന്ന പല സമയങ്ങളിലും സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നാണ്. അതാണ് ഗുണ്ടായിസം. അതായത് നമ്മുടെ ലൈഫിനെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള സംഭവത്തിനെ അവർ വെച്ച് വിലപേശും. അത് തന്നെയാണ് നമ്മൾ ഗുണ്ടായിസം എന്ന് പറയുന്നത്. അല്ലാതെ പെർട്ടിക്കുലർ ഒരു ടീമല്ല, അത് പെർട്ടിക്കുലർ ഒരു ആൾക്കാരല്ല. അത് ചിലപ്പോൾ നല്ല ആളുകളായിരിക്കാം പുറമേക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിലും ആളുകൾക്ക് മുന്നിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ നന്നാക്കേണ്ട ആൾക്കാരായിരിക്കാം, നമ്മൾ നന്നാക്കി കൊണ്ടുപോകേണ്ട ആൾക്കാരായിരിക്കാം, നല്ലതാക്കേണ്ട ആൾക്കാരായിരിക്കാം, ആരെങ്കിലും ആവട്ടെ. പെർട്ടിക്കുലർ ഒരു ടീമോ ഒരു ഗുണ്ടായിസമോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളുകളല്ല. നമ്മുടെ ലൈഫിനെ വെച്ചിട്ട് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നിനക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് വിലപേശും അവർ ഗുണ്ടകളാണ്. ശരിയാണ്, അവർ നമ്മളെ സംബന്ധിച്ച് ഗുണ്ടകളാണ്. ശരിക്കും ഒരു ചോയ്സ് ഇല്ലാത്തടത്തും അവരൊരുമാതിരി മോക്ക് ചെയ്യുന്ന പോലെ ഒരു ചോയ്സ് ഉണ്ട്. നിന്റെ തീരുമാനമാണ്, നിന്റെ കാര്യം നീ നോക്കുക, മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ആസ് എൻ യു റിയലി ഡോണ്ട് ഹാവ് എ ചോയ്സ്. അവർ പറയുന്ന വഴിക്കേ പോകാൻ പറ്റും. അതാണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അത് ഡയറക്റ്റായിട്ട് പറയത്തില്ല.
അതും ഒരു ഗുണ്ടായിസമാണ്. അത് നമുക്ക് നമ്മുടെ safety നമ്മുടെ threaten ലൈഫിനെ സംബന്ധിച്ച് അത് ഉണ്ടായതാണ്. അതാരാണ് ഏതാണെന്നൊന്നും നമ്മൾ പറയില്ല. അങ്ങനെ നമ്മളങ്ങനെ പറയുകയോ അവരെ നമ്മൾ പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് തീരില്ല. അത് പ്രശ്നം ഈസ് ദർ സ്റ്റിൽ. പ്രശ്നക്കാരനെ നമ്മൾ പോയിന്റ് ചെയ്യാറേ ഇല്ല ഒരിക്കലും. പ്രശ്നത്തിനെയാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആരാണ് എന്താണ് സിറ്റുവേഷൻ ഒന്നും പറയാത്തത്. വി വാണ്ട് ടു ഡിസ്ട്രോയ് ദാറ്റ് സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ചെയ്ത് നമ്മളെല്ലാവരും അതിനെതിരെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഫസ്റ്റ് തിങ്ക് ചെയ്യണം, എന്നിട്ട് സംസാരിക്കുക, എന്നിട്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി ഗോ ടു ആക്ടിവിറ്റി. മനസ്സ വാച കർമ്മ എന്ന് ആദ്യം മനസ്സിലാക്കണം, തിങ്ക് ചെയ്യണം, പിന്നെ വാമൊഴി സംസാരിക്കണം അതിനെ പറ്റിയിട്ട്, പിന്നീട് പ്രവർത്തി സാധ്യമാവും. തീർച്ചയായിട്ടും. ഈ ഇത്രയും ടോപ്പിക്കുകൾ, ഐ മീൻ ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് കാര്യമല്ലേ വളരെ കാര്യമായിട്ട് പറഞ്ഞേ. ലൈഫിൽ നടന്ന കാര്യങ്ങൾ മാത്രം. ഈ ചിലർക്ക് സീരിയസ് ആയിരിക്കാം, ചിലർക്ക് ഫണ്ണായിരിക്കാം. ഇപ്പൊ ഫണ്ണാണ്. എനിക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഷൈൻ തമാശയായിട്ട് പറഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഷൈൻ പലപ്പോഴും. ചേട്ടൻ പറയുന്ന ഓരോ വാക്കും ഇവര് ഇപ്പൊ ട്രോൾ ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന കാര്യം പോലും ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മുൻവിധി വെക്കാതെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആളെ നോക്കാതെ ആള് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനെ ഡയറക്റ്റ്ലി ചെയ്യണമെന്നില്ല. അവർക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ മതി. അതാ ആരാ പറയുന്നത് നോക്കിയിട്ട് കാര്യമില്ല. ലൈക്ക് whatever if they're saying is true, whatever they're saying if it's true, then just believe it. കാര്യം നമ്മൾ സത്യത്തിന് ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല. ഈ ഞാൻ പലപ്പോഴും മുൻപൊക്കെ, ഇപ്പോൾ ഷൈനിന് അങ്ങനെ ട്രോളുകളൊന്നും വരാറില്ല. പണ്ട് ട്രോളുകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കമൻസ് വായിച്ചു നോക്കും. എല്ലാത്തിൻ്റെയും കമൻസ് ഞാൻ വായിക്കും. അപ്പം അതിൻ്റെ അകത്ത് പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കമൻറ്റാണ്, ഈ ചങ്ങാതി പറയണതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ടല്ലോ എന്ന്. പറയുന്നത് നമ്മൾ ഫണ്ണായിട്ട് ആൾക്കാർ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറിയുക, പക്ഷേ ഇയാൾ പറഞ്ഞതിലും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ടല്ലോ. വരുന്ന കമന്റ്സിൽ കമന്റ് അല്ല കേട്ടോ ജനം, അല്ലല്ല, കമന്റ് എപ്പോഴും കമന്റ് ചെയ്യുന്ന ആളുകളാണ്. മൈനോറിറ്റിയാണ്, വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആളുകളെ തരംതിരിച്ച് കാണുകയും അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടാവുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം കമന്റ് ചെയ്യാത്ത ഒരാൾക്കാരുണ്ട്. അപ്പോൾ ഈ മാധവന്റെ കാര്യത്തിലാണെങ്കിലും കമന്റ് നോക്കിയിട്ട് ഒരു തരത്തിലും ഈ കമന്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് കമന്റ് ചെയ്യാത്ത? അവർക്കൊരു ലൈഫ് ഉണ്ട്, അവർക്ക് അവരുടെ ലൈഫിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാനുള്ള സമയമില്ല. ഒരുപാട് വലിയ കാര്യങ്ങൾ അവർക്ക് പോസിറ്റീവ് പറഞ്ഞില്ലെങ്കിലും അവർ വെറുതെ നെഗറ്റീവ് പറയത്തില്ല. അവരിനി എങ്ങനെ നെഗറ്റീവ് പറഞ്ഞാലോ ഒരു വാർത്ത വരുന്നത് വാർത്തയാണെന്നും അതിൽ എത്രത്തോളം സത്യമാണെന്നും എത്രത്തോളം സത്യമില്ല എന്നുള്ളതും എത്രത്തോളം മെയ്ഡപ്പ് ആണെന്നുള്ളതും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവർ കമന്റ് ചെയ്യാത്തൊരു ഭൂരിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് കമന്റ് ചെയ്യുന്നത് വെച്ചിട്ട് മാത്രം നമ്മൾ ഡെസ്പാവേണ്ട കാര്യമില്ല എന്ന് പറയാം. തീർച്ചയായിട്ടും. കമന്റ് കണ്ടിട്ട് മാത്രം നമ്മൾ ഹൈ ആവേണ്ട കാര്യമില്ല. ഒരുപാട് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ പോസിറ്റീവ് എന്നും ലൈക്ക് നാട്ടുനയം എന്ന് പറയത്തില്ലേ, നെഗറ്റീവ് ന്യൂസിനാണ് എന്നും പബ്ലിസിറ്റി കൂടാൻ പോകുന്നത്. 25,000 പേര് ഒരു വാർത്ത റീച്ച് ചെയ്തു, അതിൽ 1000 പേര് ലൈക്ക് ചെയ്തു, അതിലൊരു 30 കമന്റ് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ എത്ര കുറവാണെന്ന് നോക്കി. അതാ അത്ര ഒരു പരിധിക്കുള്ള അതും സീരിയസ് ആയി എടുക്കാറില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെ നെഗറ്റീവായി കാണുന്ന ആ കമന്റ്സ് ആണ് നമ്മളെ പലപ്പോഴും മുന്നോട്ട് നയിപ്പിക്കുന്ന ഒരു വാശി കൊണ്ടുതരുന്ന ഏറ്റവും വലിയൊരു. അത് അയാൾക്കെതിരെയോ അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കാനുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു ഫയർ ഉണ്ടാകാം. നമുക്ക് എന്തായാലും ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ ഉള്ളിൽ ഒന്ന് കൊള്ളും, എന്നിട്ടല്ല അത് ഓവർകം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അതെങ്ങനെ ഓവർകം ചെയ്യാൻ രണ്ടുപേരും? ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഒരു സമയം വരെ ഷൈൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. ചുമ്മാതാണല്ലോ ഷൈൻ പറയുന്നതിനെ കളിയാക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. മാധവ് ഈ അടുത്ത കാലം വരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും ശരിക്കും പറഞ്ഞാൽ? ഈ ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും, അതിനെ ഓവർകം ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. എന്ത് വലിയ പരിപാടികളുണ്ടെങ്കിലും എന്ത് വലിയ വിഷമങ്ങളുണ്ടെങ്കിലും ആ സമയം കടന്നു പോകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് നമ്മളെ ദുഷിപ്പാണെങ്കിലും ദുഷിപ്പില്ലായ്മയാണെങ്കിലും എല്ലാം സമയം കടന്നു പോകും. ക്ലൗഡ്സ് വിൽ മൂവ്. അതൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരുന്നാൽ മതി. ക്ലൗഡ്സ് വിൽ കം ആൻഡ് ഗോ. ഒരു ക്ലൗഡും അവിടെ തന്നെ നിൽക്കുന്നില്ല. എനിക്കും അത്രയും തന്നെ പറയുള്ളൂ ആ കാര്യത്തിനെ പറ്റി. പിന്നെ ഇൻ പെർട്ടിക്കുലർ ഇഫ് ദർ സംതിങ് ദറ്റ് സ്റ്റിൽ ഇൻഫ്യൂരിയേറ്റ്സ് മീ, ഷൈൻ ചേട്ടൻ പറഞ്ഞ അതേ കണക്ക് 3000 ആൾക്കാർ കാണുന്നു, 100 പേര് ലൈക്ക് അടിക്കുന്നു, 30 ആൾക്കാർ കമൻ്റ് അടിക്കുന്നു. ബട്ട് ഇത്രയും കുറവ് ആൾക്കാരാണെങ്കിലും വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയെ പറയുന്നത് ദാറ്റ്സ് വൺ തിങ് ഐ കാൺട്ട് ഗെറ്റ് ഓവർ. എത്രയൊക്കെ ഞാൻ ഇനി വളർന്നാലും
ഇനി ഒരു സെയിൻറ്റ് ആയിട്ട് വല്ല എവിടെയെങ്കിലും പോയിട്ട് തപസ്സിരുന്നാലും ഈ ഒരു കാര്യത്തിന് ഒരു ക്ഷമ എൻ്റെ മനസ്സിൽ കാണത്തില്ല. എൻ്റെ അമ്മയോ എൻ്റെ ചേച്ചിമാരെയോ പറഞ്ഞാൽ ഐ വിൽ റിയാക്ട്. അച്ഛനെ പറയുന്ന പോലെ ഒരു പരിധി വരെ എനിക്കിപ്പോൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഹി ചോസ് ദിസ് ലൈഫ്. ഐ ഡോണ്ട് തിങ്ക് മൈ മോം Why should they come to moms and sisters? അപ്പൊ അത് കമന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കൂടാ അവര് അത്രയും മോശക്കാരാണെന്ന്. അവരുടെ മെന്റാലിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ. മോശക്കാരായതുകൊണ്ട് പലർക്കും ഫേസ് അല്ല ഇടുന്നതിൻ്റെ അകത്ത്, എല്ലാം ഫേക്ക് അത് ഐഡികളായിരിക്കും. ഇങ്ങനെ കമന്റ് ഇടുന്നവന്മാരുടെ വീട്ടിൽ അവന്റെ സ്വന്തം അമ്മയും പെങ്ങന്മാരും സേഫ് ആണോ എന്ന് ഞാൻ ഡൗട്ട് ചെയ്യും. അത് ഡൗട്ട് ചെയ്യാനുള്ള റൈറ്റും എനിക്കുണ്ട്. വേറൊരാളുടെ അമ്മയും പെങ്ങന്മാരെയും വെച്ച് ഇങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പൊ പുറത്തിറങ്ങി ഒരാൾ സിഗരറ്റ് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിയമമുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഒരു നിയമം ഉണ്ടാവണമല്ലോ നമ്മുടെ അമ്മയ്ക്കെതിരെയോ പെങ്ങൾക്കെതിരെയോ വെറുതെ അസഭ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ അസഭ്യം ഒരു ഫോട്ടോ ഇടുമ്പോഴോ പോസ്റ്റ് ഇടുമ്പോഴോ എന്തെങ്കിലും പറയുമ്പോൾ അതേപോലെ തന്നെ പിടിക്കണ്ടേ? ശരിയാണ്. ഒരു അക്കൗണ്ട് ഇല്ലേ, ആ അക്കൗണ്ട് എങ്ങനെ എവിടെ നിന്നാണ് വരണേന്ന് അറിഞ്ഞൂടെ? ഇറ്റ്സ് എ ന്യൂസൻസ്, നോ, ലൈക്ക് മോർ ദാൻ എ സ്മോക്കിംഗ് എ സിഗരറ്റ്. അതെ അതെ അതെ. അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു നിയമമില്ല, അല്ലെങ്കിൽ ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ എന്നാലും അത് അത്ര പ്രാക്ടിക്കലി ചെയ്യണമല്ലോ. പ്രാക്ടിക്കലാണല്ലോ ഇതൊക്കെ. അല്ല, പ്രാക്ടിക്കലി ആവില്ല എന്നുള്ള ധൈര്യമാണല്ലോ കമന്റുകൾ വീണ്ടും വരാനുള്ള റീസൺ. എന്തുകൊണ്ട് അവർക്ക് എങ്ങനെ ആ ധൈര്യം കിട്ടുന്നു? നമ്മൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടല്ലേ. അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവണം നാച്ചുറലി. അല്ലെങ്കിൽ സിസ്റ്റം വഴിയാണല്ലോ അവർ ചെയ്യുക. ആ സിസ്റ്റത്തിന് അവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്ന്. അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയോ വന്നത്, അതിനൊരു വിഭാഗം തന്നെയുണ്ട്. അതത്ര ആക്റ്റീവ് ആണെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ലല്ലോ. അത് ഒരിക്കലും അത്ര ആക്റ്റീവായി നടക്കുന്ന ഒരു ഘടകമല്ല ശരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കമൻറ്റുകളും വീട്ടിലിരിക്കുന്നവരെ വിളിച്ചുള്ള തെറിവിളികളും ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ടേം തന്നെ ഉണ്ടാവില്ലായിരിക്കും. ചില വാക്കുകളും ചില സംഭവങ്ങളും പോസ്റ്ററുകളും നമ്മൾ ഇടുമ്പോൾ അപ്പം തന്നെ അവർ പിക്ക് ചെയ്യുന്നുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ. അങ്ങനെ നമുക്ക് വാണിംഗ് തരുമല്ലോ, ഇത് ഇടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അതേപോലെ എന്തുകൊണ്ട് ഇത് പിക്ക് ചെയ്യുന്നില്ല? കമന്റ്സിന് വാർണിംഗ് വരും, പക്ഷേ ഇമീഡിയറ്റ് ഡിലീഷൻ ഇല്ല. അവരിട്ട് കഴിഞ്ഞ് പിന്നെ ഡിലീറ്റ് ചെയ്യത്തുള്ളൂ. അവരുടെ അടുത്ത് വാർണിംഗ് കൊടുക്കും. അങ്ങനത്തെ കമന്റ്സിന് അങ്ങനെ ഉണ്ടല്ലേ? കമന്റ്സിന് അങ്ങനെ ഉണ്ട് വാർണിംഗ്. എന്തെങ്കിലും ഒരു സ്വേ ലാംഗ്വേജ് സംതിങ് ഇഫ് ഇറ്റ് കംസ് അലോങ്, പ്രൊഫാനിറ്റി വന്നു കഴിഞ്ഞാൽ. അല്ല, നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിൽ ചില സംഭവങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ അവർ പറയും ഇത് ഇടാൻ പറ്റില്ല. അത് തെറിയാവണമെന്നില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയം, ജാതി കണക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഇതും അവർ നോട്ട് ചെയ്ത് പിടിച്ച് അപ്പം തന്നെ ഡിലീറ്റ് ആക്കണ്ടേ? എന്തുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു? ഇനിയിപ്പോൾ അതല്ലെങ്കിലും ഓക്കെ, ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ എനിക്ക് ഉറപ്പാ ഞാൻ ഫേസ് ചെയ്ത കമന്റ്സ് പോലെ അവരുടെ അത്രയും തരം താന്നൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഐ നോ ദർ വിൽ ബി എ പോലീസ് കേസ് അഗൈൻസ്റ്റ് മീ. കാര്യം എന്നെ അറിയാം, എന്നെ ട്രാക്ക് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടൊരു പോലീസ് കേസ് വരുമെന്ന് എനിക്കറിയാം. അതേ സമയത്ത് എന്തുകൊണ്ട് ഇത്രയും നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡും ഐഡന്റിറ്റി കാർഡും ഒക്കെ ഗവൺമെന്റിന് കൊടുത്തിട്ട് അല്ലേ നമ്മൾ ജനിച്ചു വരെ വന്ന് വീഴുന്നത്? ജനിച്ചു വീണ ഉടനെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? നൗ എന്നെ ട്രാക്ക് ചെയ്ത് അങ്ങനെ വരാമെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്ത് ഇത്ര ഹൈലൈറ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിന് ഒരു കോമൺ സിറ്റിസന്റെ കാര്യത്തിൽ അത് ചെയ്തുകൂടാ? ജസ്റ്റ് ഫോർ സേഫ്റ്റി. അതായത് നമ്മളൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇതിനെ മാറ്റാൻ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. വി ആർ നോട്ട് ട്രൈങ് ടു പ്രിവെന്റ് ദി ഇഷ്യൂ, വി ആർ ട്രൈങ് ടു ക്യൂർ ദ ഡിസീസ്. നൗ ക്യൂർ ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ട് ഒരു ഈക്വൽ പ്രൊട്ടക്ഷൻ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കലി അറിയപ്പെടുന്ന ഒരാൾക്കോ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈ സൈബർ അറ്റാക്കിന് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇവരെ ഇരയാക്കി വിടുന്നു? ഇപ്പോഴും കൊണ്ട് കുറേ പേര് ഹൈക്കോടതിയിൽ പോകുന്നില്ലേ, ലാലേട്ടനടക്കം. അങ്ങനെ പോകുമ്പോഴാണ് അവരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുവരെ അവർക്ക് യാതൊരു അവരുടെ വോയിസ് ആണെങ്കിലും അവരുടെ ഇമേജ് ആണെങ്കിലും ഒക്കെ എടുത്തിട്ട് അനുകൂലമായിട്ട് വിധിയും ഉപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അവിടം വരെ എത്തിക്കേണ്ട കാര്യമില്ല. അതായത് സെലിബ്രിറ്റീസിന് അവരുടെ ലൈഫിൽ ഏൺ ചെയ്ത് കിട്ടുന്ന കംഫർട്ട്സും അവർ ഏൺ ചെയ്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രീ ആയിട്ട് ആരും കൊണ്ട് തന്നെയല്ല. ഇപ്പോൾ ഒരു സംഭവം വരുമ്പോൾ അത് വിശ്വസിക്കുന്ന 90% ആൾക്കാരുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ. അതിന് രണ്ട് സൈഡ് നോക്കില്ല. ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഒരു പിക്ചർ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുക, പിന്നെ അതിനെതിരെ കമന്റ് ഇടുക. പിന്നെ ഇതിനൊക്കെ ഇപ്പോൾ ഓക്കെ, നമ്മളിതിലൊരു നെഗറ്റീവ് ന്യൂസ് വന്നു, എന്നിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് തെളിയിക്കുക ഇതല്ലായിരുന്നു നമ്മുടെ സത്യം ഇതാണ്. തെളിയിച്ചും കഴിയുമ്പോഴത്തേക്കും ഒരു സോറിയിൽ ഒതുങ്ങത്തില്ല അത്. Being quite frank, even if a sorry is said, the months of heat, the months of hate that we got, എല്ലാം it's not going to change overnight. അതിന് തന്നെ നമ്മുടെ റെപ്യൂട്ടേഷൻ വാല്യൂ എല്ലാം അതിൽ തന്നെ ഒരു പരിധിക്കുള്ള ആൾക്കാർക്ക് ഒരു ഫാൾസ് ന്യൂസ് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രയൊക്കെ ഇവർ വന്നിട്ട് സോറി നമ്മൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാലും ആ റെപ്യൂട്ടേഷൻ അവിടെ കിടക്കുമല്ലോ. അതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ ഇവരുടെ വാർത്ത ഇപ്പോൾ അമ്മനെ കുറിച്ച് സിസ്റ്ററിനെ കുറിച്ച് വരുമ്പോൾ ഗോകുൽ റിയാക്ട് ചെയ്യണ പോലെയല്ല മാധവ് റിയാക്ട് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്യണ പോലെ ആയിരിക്കില്ല വേറൊരാൾ റിയാക്ട് ചെയ്യുക. അവർ രണ്ടുപേരും റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ വേറൊരാൾ റിയാക്ട് ചെയ്യുക. ഈ 5 റിയാക്ഷനും വ്യത്യാസങ്ങളുണ്ട്.
അപ്പോൾ ഈ അഞ്ചാമത്തെ റിയാക്ഷൻ ചിലപ്പോൾ ഡയറക്റ്റ്ലി എന്തെങ്കിലും അറ്റാക്ക് പരിപാടികളാവും. അതൊന്നും ഇവർ ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന സമയത്ത് ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയുക? ഇപ്പോൾ ഒരു മിഠായി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 പിള്ളേർ 5 രീതിയിലെല്ലാം മിഠായി എടുക്കുക. ഒരാൾ വന്നിട്ട് കനട്ടെ ഷുവർ, ചിലർ വന്നിട്ട് തട്ടിപ്പിടിച്ചിട്ടുണ്ട്, ചിലർ ഇങ്ങനെ നോക്കി നിന്ന് അയാൾ സൈലൻ്റായി നിന്നിട്ട് തട്ടിപ്പറിക്കണ്ടായിരുന്നു. ഒരാൾ മൈൻഡേ ചെയ്യില്ല, ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സൂത്രങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തോണ്ടു. അങ്ങനെ 5 രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അതേപോലെ ഈ കമൻസിന് 5 പേരും 5 രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു മാധവമാണ് കുറച്ചും കൂടി അതിന് റെസ്പോണ്ട് ചെയ്യണത് കമൻസിലൂടെ. അഗ്രസീവ്നെസ് ഇല്ല അവൻ്റെ കയ്യിൽ. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്, കമന്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂസ് വഴിയോ, അല്ലേ? 90% ഡിപ്ലോമാറ്റിക്. വളരെ ഡിപ്ലോമാറ്റിക്. അഗ്രസീവ് എന്ന് പറഞ്ഞതല്ല. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പ വെട്ടൊന്ന് മുറി രണ്ടാണ് അവിടെ. അതാണ് അഗ്രഷൻ. ശരിക്കും അതിന് ഡിസേർവിംഗ് അഗ്രഷൻ അതാണ്. പക്ഷേ വളരെ നാച്ചുറൽ ആയിട്ടും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടും വളരെ നിയമപരമായിട്ടാണ് പുള്ളി അതിനെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരിരുന്ന് തെറി വിളിച്ചിട്ട് എൻ്റെ റിയാക്ഷൻ അവൻ്റെ വീട്ടുകാരെ പോലും ആയിരിക്കില്ല, അവനെ ഒരു തെറിയായിരിക്കും. ആ തെറി വിളിക്കുമ്പോൾ ഞാൻ രാജ്യദ്രോഹിയാവും അവിടെ. അത്രയും ഊതി പെരുപ്പിച്ച് വലുതാണ്. വീട്ടുകാരുടെ എന്തിനാണ് നീ അതിന് പ്രതികരിക്കാൻ പോയത്? അങ്ങനെ ചെയ്യാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് ആളീ കമന്റ് ഇടുമല്ലോ, ആളീ കമന്റ് ഇട്ടത് ഞാൻ എന്തുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു എന്ന് ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ നീ സെലിബ്രിറ്റി അല്ലേ, നീ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ്. I'm still a goddamn human being. Why do I have to go through this? അത് മനുഷ്യനാണ്, പിന്നെയാണ് സെലിബ്രിറ്റി. We're humans, same oxygen, food, ഇമോഷൻസ് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ എടുക്കുക. ചിലപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ചും കൂടി പക്വതയുള്ളത് കൊണ്ട് അവർക്ക് പറയും എന്തിനാണ് നീ അതിന് പോയെന്ന്. പക്ഷെ ഇവന് അത്രയും പക്വതയില്ലല്ലോ. അവരുടെ ഏജും ഇവൻ്റെ ഈ ഏജിൽ എങ്ങനെയായിരിക്കും അവർ? അപ്പോൾ ഏജിനനുസരിച്ചെല്ലാം അവൻ പ്രതികരിക്കുള്ളൂ. ഇവനെങ്ങനെ 90 വയസ്സായ ഒരു ഏജുകാരൻ്റെ പോലെ പ്രതികരിക്കും? ഇല്ല. അപ്പോൾ പല ഏജുകാരും പല ഏജ് രീതിയിലും സ്റ്റാറ്റസിനനുസരിച്ചാണ് അവരുടെ ജീവിത സ്റ്റാറ്റസിനനുസരിച്ചാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കൊച്ചൊക്കെ ആണെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കില്ല ചിലപ്പോൾ പെരുമാറുക. ഏജ് കൂടുന്തോറും ഞാനും ഏജ് കൂടുന്തോറും എന്റെയും റിയാക്ഷൻസും എല്ലാം ഡിഫറെന്റ് ആവും. അത് പറയുന്ന ഒരു എന്താണ് ഇപ്പൊ മറുപടി ആയിരിക്കില്ല, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കമന്റ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇഗ്നോർ ചെയ്ത് വിടാം. അല്ലെങ്കിൽ എന്റെ അതിനുള്ള പെർസ്പെക്റ്റീവ് മാറൂല, പക്ഷെ ഞാൻ അതിന് റിയാക്ട് ചെയ്യുന്ന രീതി മാറും. We grow as human beings. പക്ഷെ അന്നും we still grow as human beings. മനുഷ്യരാ. അത് മറന്നു ഒരിക്കലും അത് മറന്നാരും നിൽക്കരുത് എന്നുള്ളൊരു ആഗ്രഹം. I don't think it's wrong for me to expect that. ഇതൊരു അധികാരം പോലെയാണ്. സെലിബ്രിറ്റി ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് അവരെ തെറി വിളിക്കാൻ. അല്ല, സാധാരണ പെൺകുട്ടികൾ ഒരു പോസ്റ്റ് ഇട്ടാലും അവർ ഫോട്ടോ ഇട്ടാലും അതിൻ്റെ താഴെയുള്ള കമന്റ്സ് കണ്ടിട്ടില്ലേ? ശരിയല്ല. എസ്പെഷ്യലി ദാറ്റ് ഞാനൊക്കെ ഫേസ് ചെയ്യുന്നത് ഒരു ആവറേജ് വുമൺ ഫേസ് ചെയ്യുന്ന ഇഷ്യൂനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നുമല്ല. കാര്യം ഓരോ പോസ്റ്റിലും മറ്റേ സത്യം വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, അവർ സൈറ്റ് മാറി ഇൻസ്റ്റാഗ്രാമിൽ കയറിയ പോലെ എനിക്ക് തോന്നുന്നത്. പലരും ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമൻ്റ് അടിക്കുന്നത് കാണുമ്പോഴത്തേക്കും വേറെ ഏതോ സൈറ്റിൽ പോയിട്ട് ഇവിടെ ബാൻ ചെയ്തിട്ടുള്ള പല സൈറ്റിലും പോയി ഇരിക്കേണ്ട ആൾക്കാരാണ്. ദിസ് വൺ ഈസ് ജസ്റ്റ് പത്തറ്റിക്. അത്രേ ഉള്ളൂ. പുച്ഛം തോന്നുന്നത് കാണുമ്പോഴത്തേക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ചിലവർ സന്തോഷത്തിന് സംഭവങ്ങൾ കൊടുത്തിട്ട് ഇറങ്ങുക. അവരുടെ കഥയുമായി നമ്മുടെ കഥയ്ക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അല്ലാതെ ഇവരാരും ഇതാവണമെന്ന് വെച്ചിട്ട് പ്രൊഫഷണലി വരുന്നവരല്ല. സാഹചര്യങ്ങൾ കൊണ്ടും ഇമോഷണൽ ട്രിഗറിൻ്റെ മുകളിലാണ് ഒരുപാട് പേരും കൂടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ അങ്ങനെ ഒറ്റപ്പെടുത്താനും പറ്റില്ല. There is a law and there is a law is for to make them giving a chance to make them correct എന്നല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ there is a law to make them more to that. അല്ലെങ്കിൽ അതിനെ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് പെരുപ്പിക്കാൻ. അപ്പോൾ എൻ്റെ കേസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് വന്നതിന് ശേഷം പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു മേലധികാരി പറയുന്നത് കേട്ടു, എങ്ങനെയാണ് ഇവന് വീണ്ടും പടങ്ങൾ കിട്ടുന്നത്? അപ്പോൾ അവരെ എന്താണ് ഇവർ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പടങ്ങളിൽ പോയി ഞാൻ എൻ്റെ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവന് ഒരിക്കലും പിന്നെ ഈ രീതിയിലേക്ക് രക്ഷപ്പെടരുത്, ജീവിക്കരുത്, അങ്ങനെ ആക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ട് നന്നായി വരാനല്ലേ ലോയും മേലധികാരിക്ക് പോലും എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പെരുമാറും? ഈ നമ്മളെ പറഞ്ഞ് ഉപദേശിച്ച് വളർത്തുന്ന പേരൻസിനെ നമുക്കൊരു 20-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരോടൊരു സ്നേഹം കാണും.
നമ്മളെ എല്ലാ കാര്യത്തിനും തല്ലുന്ന പേരൻസ് ആണെങ്കിൽ 20-25 വയസ്സ് അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഇൻസ്റ്റൻസിൽ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും. ഒരുപാട് ഉപദ്രവം കൊണ്ടുകൊണ്ട് വരുന്നതാണെങ്കിൽ. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്തി പാരൻറ്റിങ് ആൻഡ് ടോക്സിക് പാരൻറ്റിങ്. ഈ ടോക്സിക് പാരൻറ്റിംഗ് ആണ് ഇന്ത്യയിൽ പൊതുവെ ഒരാൾക്കെതിരെ ഒരു നെഗറ്റീവ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ അങ്ങ് കട്ട് ഓഫ് ചെയ്യണം. ഹി ഷുഡ് നോട്ട് ഹാവ് എ ചാൻസ് ടു ലിവ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പലപ്പോഴും സത്യമൊന്നും ആയിരിക്കും, ഒരു ആക്യുസേഷൻ്റെ പുറകെ ആയിരിക്കും. നമ്മുടെ ലീഗൽ സിസ്റ്റവും നമ്മുടെ വാസ്റ്റ് പോപ്പുലേഷനും കാരണം ഒരു കോർട്ട് കേസ് സോൾവ് ആവാൻ തന്നെ വർഷങ്ങളെടുക്കുന്നത്. സോൾവായി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുമ്പോഴും ഇത്രയും കാലം ഫേസ് ചെയ്ത ആ നെഗറ്റീവ് അവിടെ കാണും. അത്രയും കാലം നാട്ടുകാർ പറഞ്ഞ അതേ ആൾക്കാരെ തിരിച്ചു വന്ന് അയ്യോ നമുക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറയുമ്പോഴത്തേക്കും അതും സഹിച്ചുകൊണ്ട് നിൽക്കണം. ഇല്ല, അതിനകത്ത് മാധവ് വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നിരപരാധിയാണെന്ന് അറിയുന്നു കൂട്ടിക്കോ, അതാരും ന്യൂസ് ആക്കൂല്ല, ന്യൂസ് ആക്കത്തുമില്ല. അതിന് തന്നെ 2 ദിവസത്തിൽ കൂടുതൽ ആരും അറിയത്തുമില്ല. ഒരു നെഗറ്റീവ് വന്നാലോ മാസങ്ങൾ കഴിക്കും. ഞാൻ ഉറപ്പ് പറയാം, എൻ്റെ ഈ സിനിമ ഹിറ്റാവും. എൻ്റെ ഈ സിനിമ ഹിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിന് പബ്ലിസിറ്റി കൊടുക്കാൻ ആരും കാണത്തില്ല. പക്ഷേ അന്നും കുമ്മാട്ടിക്കളിയിൽ എൻ്റെ കളിയാക്കാൻ വരുന്ന സീൻ ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാർ കാണും. That's just the sad state of our world. അതിപ്പോൾ നമുക്ക് ആർക്കും എൻ്റെ മാത്രം അവസ്ഥയല്ല, നമ്മുടെ ലോകം ഇങ്ങനെ ആയിപ്പോയി. അത് മനുഷ്യർക്ക് മാത്രമേ മാറ്റാൻ പറ്റൂ. അത് നല്ല മനുഷ്യരത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ ശ്രമിക്കുക എന്ന് പറയുക അല്ലാതെ ഒരു എക്സ്പെക്ടേഷൻ ഒരു മനുഷ്യനെന്ന നില എനിക്കില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.